ഓഫ് സീസൺ സമയത്താണെന്നുണ്ടെങ്കിൽ പ്രതിമാസം 3 ലക്ഷം രൂപയ്ക്ക് മേളിലും അതും സീസൺ ടൈമിലാണെന്നുണ്ടെങ്കിൽ പ്രതിമാസം 5 ലക്ഷം രൂപയ്ക്ക് മേളിലും വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോഡ്ജ് കെട്ടിടമാണ്. നമുക്കൊരു ഹെറിറ്റേജ് കെട്ടിടം എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ്. ടോട്ടലായിട്ട് 20 സെൻറ്റിൽ ഏകദേശം 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന 12 മുറികളുള്ള ഒരു ലോഡ്ജ് കെട്ടിടമാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം തമ്പാനൂരാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 400 മീറ്റർ മാറി നമ്മുടെ ബോയ്സ് ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്തായിട്ട് തൊട്ടടുത്തായിട്ട് കാണുന്നത് നമ്മുടെ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം. മോഡൽ ഹയർ സെക്കൻഡറി ആ ഒരു ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ തൈക്കാട് സംഗീത കോളേജിലേക്ക് പോകുന്ന ആ വഴി ജസ്റ്റ് ഇങ്ങനെ കയറുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് CPIയുടെ ഒരു സെൻട്രൽ സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബിൽഡിംഗ് കാണാം. MN സ്മാരകം എന്ന് പറയുന്ന ആ ഒരു കെട്ടിടം. അത് കഴിഞ്ഞ ഉടൻ തന്നെ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ BG പ്ലാസ എന്ന് പറഞ്ഞ് ഒരു ഹോട്ടലും കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൂടെ കാണുന്ന വഴി കറക്റ്റായിട്ട് 80 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വിസിബിൾ ആവും. വരുമ്പം തന്നെ ഇക്സോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഓൺലൈനിലെല്ലാം രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ അതുവഴിയൊക്കെയാണ് നമുക്കിതിൽ ബുക്കിംഗ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ അരിസ്റ്റോ ജംഗ്ഷനിൽ റീസെൻ്റായിട്ട് ഒരു 4 സെൻറ്റ് പ്രോപ്പർട്ടി സെയിലായത് 4 കോടി രൂപയ്ക്കാണ് കേട്ടോ. അതായത് നമുക്ക് ഈ അരിസ്റ്റോ ജംഗ്ഷൻ്റെ ഭാഗങ്ങളിലെല്ലാം നമുക്ക് സ്ഥല വില എന്ന് പറയുന്നത് 1 കോടി രൂപയ്ക്ക് മേളിലോട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം അതിൻ്റെ 4/1 വിലയ്ക്ക് നമുക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാൻ സാധിക്കും. ഏകദേശം 20 സെൻറ്റ് വരുന്ന, കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 19.8 സെൻസാണ് വരുന്നത്. അങ്ങനെയുള്ള കിടിലം ഒരു പ്രോപ്പർട്ടി നല്ലൊരു വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം. നമ്മുടെ ഈ മെയിൻ റോഡിൽ നിന്ന് കറക്റ്റായിട്ട് 80 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് ഇക്സോർ എന്ന് പറഞ്ഞതായി ഇങ്ങനെ ഒരു നെയിം ബോർഡ് കാണാൻ സാധിക്കും. ഇതിങ്ങനെ കയറി പോകുന്നത് നമ്മുടെ തന്നെ പ്രോപ്പർട്ടിയിലേക്കാണ്. നമുക്കിതാ ഈ റോഡ് വരുന്നത് ഒരു ടിപ്പർ കയറി വരുന്ന രീതിയിൽ വീതിയുള്ള വഴിയാണ്. നമുക്ക് ഇന്നോവ പോലുള്ള വണ്ടികളൊക്കെ സുഖമായിട്ട് കയറി വരുന്ന രീതിയിൽ വീതിയുള്ള വഴിയാണ് പ്രോപ്പർട്ടിക്കുള്ളത്. അകത്തെല്ലാം നല്ല നീറ്റായിട്ടുള്ള ഗാർഡനിങ് വർക്കെല്ലാം ചെയ്ത് പ്രോപ്പർട്ടി മനോഹരമാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കിതാ ഈ ഒരു ഇതിലുള്ള കെട്ടിടം വന്നിട്ട് ഇത്തിരി പഴക്കമുണ്ട്. പക്ഷേ അതെല്ലാം റീസെൻ്റായിട്ട് ഒരു 25 ലക്ഷം രൂപ മുടക്കി അവർ റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഫിറ്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നിലവിൽ വാടകയ്ക്ക് കൊടുക്കുന്നതിന് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ മിക്കവാറും ഇപ്പോഴും ഫുൾ ഓക്കുപ്പൻസിയാണ്. ഇങ്ങനെ വളരെ ചെറിയ ബഡ്ജറ്റിന് നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 400 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബുക്കിംഗ് ആവുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ്. ഇതിൻ്റെ ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗാർഡനിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. അവിടെയായിട്ട് ചെറിയൊരു റെസ്റ്റോറൻറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ താഴെ അതിൻ്റെ കുക്കിങ്ങിൻ്റെ സംഭവം, അതിൻ്റെ മേളിലായിട്ട് നമുക്ക് സീറ്റിംഗ് ഒരുക്കി ആ രീതിയിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്പേസ് സജ്ജീകരിച്ചിട്ടുള്ളത്. ചുറ്റുവട്ടം ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഈ കാണുന്ന പോലെയാണ് നമ്മുടെ ചുറ്റുവട്ടം വരുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു ഗോഡൗൺ സ്പേസ്, ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം നമുക്കിതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് കാണാൻ സാധിക്കും. നമുക്കിനി നമ്മുടെ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. അകത്തേക്ക് കയറി വരുമ്പോൾ എന്താ ഇവിടെയായിട്ടൊരു റിസപ്ഷനും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു നിലയിൽ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ 3 റൂമുകളാണ് നമുക്ക് സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം. എല്ലാ റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസാണ് കേട്ടോ. ഇതിൽ ഈ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം റീസെൻ്റായിട്ട് റെനോവേറ്റ് ചെയ്ത സമയത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റേഴ്സ് കയറി വരുമ്പോൾ ഇവിടെയുള്ള ലാൻഡിങ്ങിൽ ഇങ്ങനെ വന്നിരിക്കാനും അവിടെ ഇരുന്ന് വായിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലോറിലേക്ക് വരുമ്പോഴും ഇവിടെ നമുക്ക് ബാക്കിയുള്ള റൂംസ് എല്ലാം കാണാൻ സാധിക്കും. ഇവിടെ ഫുള്ളായിട്ട് ഈ രീതിയിൽ റൂംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ റൂഫിലും നമുക്ക്, അതായത് ഇതിൻ്റെ അടുത്ത ടെറസിലായിട്ട് 2 റൂംസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിഷ്വൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ചുറ്റും ഉള്ളതെല്ലാം തന്നെ ഇതുപോലെ ഹോട്ടൽസും ഇവിടെയൊക്കെ കുറേയധികം വീടുകളുമുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് 5.25 കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. 20 സെൻറ്റ് സ്ഥലം തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് കണക്കാക്കുമ്പോഴത്തേക്ക് ഒരു സെൻറ്റിന് 27 ലക്ഷം രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് അരിസ്റ്റോ ജംഗ്ഷനിലും ഈ ഒരു ലൊക്കേഷനിലും ഒക്കെ നമ്മൾ തന്നെ ഒരു പ്രോപ്പർട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പെർ സെൻറ്റ് 80 ലക്ഷം രൂപയ്ക്കൊക്കെ പ്രോപ്പർട്ടി ഇട്ടിട്ടുണ്ട്. ആ റേഞ്ചിലാണ് നമുക്ക് ഇവിടങ്ങളിൽ പ്രൈസ് വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു പ്രൈസ് നല്ലൊരു പ്രൈസായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് കറക്റ്റായിട്ട് റൈറ്റ് പ്രൈസിങ് ആണ് ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും. ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് 5.25 കോടി രൂപയാണ്.